നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇൻഫർമേഷൻസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫേക്ക് CV ആണ്. അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വേണ്ടതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഇവിടെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂം ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂമിൻ്റെ അകത്ത് എന്തോ കണ്ടന്റുകളാണ് വേണ്ടത്, എന്തോ കണ്ടന്റുകൾ ഒരിക്കലും ആഡ് ചെയ്യരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഗൂഗിളിനെയോ അല്ലെങ്കിൽ മെറ്റയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കമ്പനികളെയാണ് നമ്മൾ എപ്പോഴും കുറ്റം പറയാറുള്ളത്. നമ്മുടെ ഡേറ്റ ചോർത്തുന്നു, ലീക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. ചിന്തിക്കുക, നമ്മൾ ഒരു റെസ്യൂം അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ എത്രത്തോളം പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് ആ ഒരു റെസ്യൂമിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാർക്കും റെസ്യൂം അയച്ചു കൊടുക്കും. അതിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടാവും, പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒത്തിരി അധികം ആൾക്കാരുണ്ടാവും. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ലിങ്ക്ഡിൻ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിലൊക്കെ നമ്മുടെ റെസ്യൂമെ ഷെയർ ചെയ്ത് കൊടുക്കും. അത് എവിടെയൊക്കെ പോകുന്നുണ്ട്, ആർക്കൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ധാരണയോ ഐഡിയയോ നമുക്കുണ്ടാവില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻസ്, നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് പല ആൾക്കാരുടെ കയ്യിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇവർക്ക് പല രീതിയിൽ നമ്മളെ തിരിച്ച് നമുക്ക് പല സ്കാമായിട്ടും ഒക്കെ നമുക്ക് ഫിഷിംഗ് മെയിലായിട്ടും ഒക്കെ നമുക്ക് നമ്മളിലോട്ട് തിരിച്ചെത്താൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ ID ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ എനിക്ക് യൂസേഴ്സിനെ ഫേസ്ബുക്കിൽ പോലും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് എനിക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ഒരു പേജ് വെച്ചിട്ട് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കോൺടാക്ട്സ് എൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കോൺടാക്ട്സിനെയും കൂടെ ആ ടാർഗറ്റിലോട്ട് ഡയറക്റ്റ്ലി ആക്കാൻ പറ്റും. യൂസറിന് എനിക്ക് ജസ്റ്റ് ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ID മാത്രം മതി. അത് വെച്ചുകൊണ്ട് അവർ വീണ്ടും നമ്മൾ അയക്കാൻ പോകുന്ന ആ അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നമുക്കറിയാം AWS, ആമസോൺ ആണെങ്കിലും അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോംസ് ആണെന്നുണ്ടെങ്കിലും ഇനി ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പല രീതിയിൽ ഇവർ ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുക്കീസ് ഒക്കെ ഷെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മളുടെ വൺസ് നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഈ നെറ്റ്വർക്കിലെല്ലാം നമ്മൾ ആ ടാർഗറ്റിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഓരോ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സ്കാമുകളും അങ്ങനെ ഒത്തിരി നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മളുടെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒത്തിരി എക്സ്പോസ് ചെയ്യാതെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ജസ്റ്റ് ഒരു ഫേക്ക് റെസ്യൂം ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഞാനൊരു ക്രിയേറ്റ് ചെയ്ത റെസ്യൂമാണ്. ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പുറത്ത് അല്ലെങ്കിൽ എക്സ്പോസ് ആകുന്ന ഈ റെസ്യൂമ് ഒരു ബാഡ് ആക്ടറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവർക്ക് അത് വെച്ചിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഇത് വെച്ചതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യവും ഞാനത് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ഇമെയിൽ ID ആയിരിക്കും. ഇത് മോസ്റ്റ്ലി നമ്മുടെ ഫേസ്ബുക്കും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒക്കെ നമ്മൾ ഈ ഒരു ഇമെയിൽ ID വെച്ചിട്ടായിരിക്കും മാനേജ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഇമെയിൽ ID ആയിരിക്കും നമ്മൾ മിക്കവാറും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യരുത് ഒരിക്കലും. അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഫഷണൽ സമ്മറിയും കോർ സ്കിൽസും ഒക്കെ നമ്മൾ കറക്റ്റ് നമ്മുടെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓരോ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെതായ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ IT സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കമ്പനികൾക്കും പല റിക്വയർമെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കാണുന്ന കീവേഡുകൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ കോർ സ്കിൽസും കാര്യങ്ങളിനകത്തും ഇടാനായിട്ട്. അപ്പോൾ ഓരോ കമ്പനികൾക്ക് അയക്കുമ്പോഴും അതിൻ്റെ എന്തൊക്കെയാണോ സ്കില്ലുകൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പ്രത്യേകിച്ച് ആ സ്കില്ലിന്റെ കീവേഡുകൾ ഇവിടെ ആഡ് ചെയ്യാൻ പ്രത്യേകം നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെസ്യൂം ആദ്യം കിട്ടുന്നത് ഒരു HR-ന്റെ കയ്യിലാണ്. സോ HR എപ്പോഴും ഒരു ടെക്നിക്കൽ പേഴ്സൺ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ വിൻഡോസ് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ വിൻഡോസിന്റെ അകത്ത് ഉള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റെസ്യൂം സെലക്ട് ആകാൻ ചാൻസസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് റെസ്യൂമിന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വേണം അപ്ഡേറ്റ് ചെയ്യാൻ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേനും ഒത്തിരി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. ഇപ്പം ഹാൻഡിൽസ്, പാസ്വേഡ് റീസെറ്റ്, മാനേജ് സ്റ്റാഫ് ഓൺ ബോർഡിംഗ് അക്കൗണ്ട്സ്, ഇതൊക്കെ പറയുന്ന ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പൊ നമ്മളെ ശരിക്കും ആരെങ്കിലും ഒരാൾ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളിൽ നിന്ന് തന്നെ ആ കമ്പനിയുടെ, പ്രത്യേകിച്ച് ആ ഒരു കമ്പനി, കാരണം ഇപ്പം പ്രസന്റ്ലി ഞാൻ വർക്ക് ചെയ്യുകയാണ്, സോ ആ ഒരു കമ്പനിയുടെ പല ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും എടുക്കാൻ പറ്റും. കാരണം ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു റിസ്കി കാര്യങ്ങളാണ്. ഒരിക്കലും പറയരുത്. വളരെ പ്രൊഫഷണലായിട്ട് ജനറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാവുള്ളൂ. ഈവൻ നമ്മളൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ പോലും ആ പ്രൊജക്റ്റിന്റെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ആ ഒരു ഏരിയ ഒരിക്കലും നമ്മൾ ഒരു ഇതില്ലാത്ത എക്സ്പോസ് ചെയ്യരുത്. അതേപോലെ തന്നെ ഞാനിപ്പം പ്രത്യേകിച്ച് ഡെവലപ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അതിൻ്റെ പബ്ലിക് ഗിറ്റ് ഹബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെപ്പോസിറ്ററികളോ ഒരിക്കലും റെസ്യൂമിൽ ആഡ് ചെയ്യുക പോലും ചെയ്യരുത്. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നുള്ള റെഫറൻസ് ആണ്. ആരുടെയും റെഫറൻസ് ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. കാരണം ഇതൊക്കെ നമ്മൾ ആ കമ്പനിയുടെ തന്നെ ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പേഴ്സണൽ നമ്പറും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യും. ഇതൊരിക്കലും നമ്മൾ ചെയ്യരുത്. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൺ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രം മതി. എല്ലാ കമ്പനികളും ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പം അവർക്ക് ഈ ഒരു റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചതിന് ശേഷം നമ്മൾ ആ റെഫറൻസ് കൊടുക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ കൊടുക്കുന്ന ആൾക്കാരെയും കൂടെ വിളിച്ച് പറയണം, ഇതുപോലെ ഒരു കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ഇതൊക്കെ പേപ്പർ ഇട്ടതിന് ശേഷമായിരിക്കും അവർ വിളിക്കത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും വിളിക്കില്ല. അതിട്ടതിന് ശേഷം ഇവരോട് പറയാം ഇങ്ങനൊരു ഇത് വരും, അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും ചിലപ്പം ഇങ്ങനൊരു മോസ്റ്റ്ലി ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ്റെ ഒക്കെ സമയത്തായിരിക്കും അവർ വിളിക്കുന്നത്. സോ അന്നേരം ഇവരോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവർ അത് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പാര വെക്കുന്ന ആൾക്കാരുടെ നമ്പറൊന്നും ഒരിക്കലും കൊടുക്കരുത്, അവർ പാര വെച്ച് തകർത്തു തരും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കില്ല. നമ്മൾക്ക് ഫേവറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഇത് മാത്രം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സാക്ട് ഡേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എപ്പം ജോയിൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അപ്രോക്സിമേറ്റ്ലി മന്ത് അല്ലെങ്കിൽ ഇയർ വരെ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ പേരും അങ്ങനെയുള്ള ആ ഡീറ്റെയിൽസും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് വേണം. അതുപോലെ ഒരിക്കലും ഇതേപോലെ തന്നെ ഇൻഡെപ്ത് ആയിട്ട് ഇടല്, അതായത് ബാക്കപ്പ് സെർവർ, ബാക്കപ്പിന്റെ സെർവറൊക്കെ എക്സ്റ്റേണൽ സ്റ്റോറേജിലൊക്കെ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ എക്സൽ ഫയൽ, പാസ്വേഡിന്റെ ഒക്കെ എക്സൽ ഫയൽ ഞാനാണ് മാനേജ് ചെയ്യുന്നത്, ഇങ്ങനൊന്നും ഒരിക്കലും ഇടരുത്. പിന്നെ നമ്മൾ എഡ്യൂക്കേഷന്റെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ റോൾ നമ്പറോ അല്ലെങ്കിൽ ഈ GPA ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മൾ വൺസ് അവരുടെ ഓഫറൊക്കെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നേരത്ത് എന്താണേലും അവരുടെ വലിയൊരു ഫോം ഉണ്ടായിരിക്കും. ആ ഫോം ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരിക്കലും റെസ്യൂമിൻ്റെ അകത്ത് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പല പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് ആ ഫോമിൽ തന്നെ കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റി റോൾ നമ്പറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കല്ലേ. ഇനി അടുത്ത് വോളണ്ടിയർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഒരിടത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെയോ പേജിന്റെയോ ഒന്നും അഡ്മിനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. അഥവാ പറയുവാണെങ്കിൽ തന്നെ അത് ഇങ്ങനൊരു റെസ്യൂമിൻ്റെ അകത്തിട്ട് പറയരുത്. അല്ലെ നമ്മൾ കമ്പനിയിൽ HR നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് പറയാം, അവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ പറയുകയും വേണം. ഇൻ കേസ് നമ്മൾ അങ്ങനെയുള്ള വോളണ്ടിയർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറയണം, ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നമായി കഴിഞ്ഞാൽ അത് വീണ്ടും പല കോംപ്ലിക്കേഷനിലോട്ട് പോകും. അതുകൊണ്ട് അത് നേരത്തെ പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇടല്ല. കാരണം ഇത് രണ്ടാമത് വേറൊരു കാര്യമുണ്ട്, ഇത് ഒരിക്കലും റിലവൻറ്റും അല്ല നമ്മുടെ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ. അപ്പം അതും അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, നമ്മുടെ ടെക് ബേസ്ഡുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും NGOs ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഇടേണ്ടത്. അതുപോലെ തന്നെ നെയ്ബേഴ്സിന്റെ ഒക്കെ പാസ്വേഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറിലവൻ്റ് ആണ്. ഇത് ഇടുകയും ചെയ്യരുത്. ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൊസൈറ്റിയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെയും വൈഫൈയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിലോട്ട് പോകരുത്. പിന്നെ ഹോബീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി നമുക്ക് ചില കമ്പനികൾ ഹോബീസ്
വേണമെന്നില്ല, നിർബന്ധമില്ല. ശരിക്കും ഹോബീസ് ഒരു ഓപ്ഷണലാണ്, നമ്മൾ അതിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂവിന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും എന്തൊക്കെയാണ് ഹോബീസ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയും ആളിനെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഹോബീസ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഈ ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്, ട്രാവൽ, ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്ഥിരം അപ്ഡേറ്റുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ആളിനെ ജോലിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഫുള്ള് ട്രാവലും ഫുഡിന്റെ പുറകെ ആയിരിക്കുമോ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹോബീസിൽ ആഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ ഇടുമ്പോൾ ഇതിന്റെയൊക്കെ സർട്ടിഫിക്കേഷന്റെ ID ഉണ്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ID അല്ലെങ്കിൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് എന്തൊക്കെയാണോ അത് നമ്മൾ കാറ്റഗറി വൈസിൽ ഇടുക. അതുപോലെ തന്നെ ലാംഗ്വേജസ് എന്തൊക്കെ അറിയാം എന്നുള്ളത് ഇടുക. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസിലോട് വരുമ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഫാദേഴ്സ് നെയിം, നമ്മളുടെ ഇത് മാരീഡ് ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ, ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ നമ്മുടെ ഫുൾ അഡ്രസ്സ്, പാൻ നമ്പർ, ആധാർ, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെ കൊടുക്കരുത് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഞാനിപ്പോൾ പറയാം. സോ ഈ പേഴ്സണൽ ഇൻഫർമേഷൻ ഈ 10 എണ്ണം നിങ്ങൾ ഒരിക്കലും നമ്മുടെ റെസ്യൂമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ഫുൾ ഹോം അഡ്രസ്സ് ഒരിക്കലും കൊടുക്കണ്ട. ജസ്റ്റ് ഈ ഒരു ഹോം അഡ്രസ്സിന് പകരം നമുക്ക് നമ്മുടെ ആ ലൊക്കേഷൻ അല്ലെ സിറ്റി ഇത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. രണ്ടാമത്, പാസ്പോർട്ട് നമ്പർ, ആധാർ, ഗവൺമെന്റ് ID ഇങ്ങനെയുള്ളതിന്റെ ഒന്നും നമ്പേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അഥവാ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്കിപ്പോൾ US വിസ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ US വിസ എന്ന് കൊടുത്തതിന് ശേഷം അതിന്റെ ആ ഒരു വാലിഡിറ്റി ഇത്ര നാള് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വാലിഡ് ടിൽ എന്ന് പറഞ്ഞു വിസ നമ്പർ ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻ മാത്രം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല KYC കാര്യങ്ങൾക്കൊക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമുണ്ട്. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ടെലികോമിലോ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വിളിച്ച് എന്തൊരു ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഇത് വേറൊരാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീട്ടിലുള്ള ആൾക്ക് ഫാദേഴ്സിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഈ പെർമനന്റ് അഡ്രസ്സും ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് KYC ഈസി ആയിട്ട് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഒരു കംപ്ലീറ്റ്ലി ഒരു പേഴ്സണ അവരുടെ കയ്യിൽ കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഉള്ളത് റിലീജിയൻ, കാസ്റ്റ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേണേൽ റിലീജിയൻ മെൻഷൻ ചെയ്യാം, പക്ഷെ അതും ഒരു ഇറലവന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മോഡേൺ കമ്പനികളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളുടെ മാരീഡ് ആണോ അല്ലയോ എന്നുള്ളൊരു സ്റ്റാറ്റസ്, അതിന്റെയും ആവശ്യം വരുന്നില്ല. അതുപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഇങ്ങനെയുള്ള ഇതിന്റെ ആവശ്യം വരുന്നില്ല. ജെൻഡർ ചില കമ്പനികൾ ഓക്കെ പറയും, ചിലത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള കമ്പനികളുണ്ട്, അവിടെ ജെൻഡർ മെൻഷൻ ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്. പക്ഷെ നമുക്ക് ജെൻഡർ വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഹോബീസ് ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആവശ്യമുള്ള ഹോബീസ് മാത്രമേ ഇടാവുള്ളൂ. അല്ലാതെ ജനറലി അത് ഓപ്ഷണലാണ്, അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. അഥവാ HR ചോദിച്ചാൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ചോദിച്ചാൽ മാത്രം ഹോബീസിനെ പറ്റി പറഞ്ഞാൽ മതി. പിന്നെ ഫോട്ടോ പല കമ്പനികളും ചിലപ്പം ചോദിക്കാറുണ്ട്. വിത്ത് ഫോട്ടോ വെച്ചിട്ടുള്ള റെസ്യൂം അയക്കാൻ പറയാറുണ്ട്. ചില ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഫോട്ടോ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു റെസ്യൂം അയക്കുമ്പം നമ്മൾ ഒരു ഫുൾ സൈസ് ഫോട്ടോ ഇടേണ്ട ആവശ്യമില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സ്പെസിഫിക്കലി ചോദിക്കുവാണെങ്കിൽ മാത്രം ഫോട്ടോ ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത 10ാമത്തെ കാര്യം, പേഴ്സണൽ ഇമെയിൽ ID. ഈ ഒരു ഇമെയിൽ ID ഒരിക്കലും നിങ്ങൾ ഒരു റെസ്യൂമിൻ്റെ അകത്ത് യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണൽ ഇമെയിൽ ID ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ ID വെച്ചിട്ടാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിഷിങ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗമാണ് ഈ ഒരു ഇമെയിൽ ID. അപ്പോൾ ഒരിക്കലും പേഴ്സണൽ ഇമെയിൽ ID ഉപയോഗിക്കരുത്. നമ്മൾ ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും ഒരു സെപ്പറേറ്റ് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുവാണ് നല്ലത്. ആ ഒരു ഇമെയിൽ IDക്കകത്തുനിന്ന് വേണം നമ്മൾ ജോബ് അപ്ലൈ ചെയ്യാനും ജോബ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഇമെയിൽ ID തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഇമെയിൽ IDയിൽ നാളെ ബാങ്കിൽ നിന്നൊരു KYCയുടെ ഒരു ലിങ്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് ക്ലിക്ക് ചെയ്യുകയും ചിലപ്പം ആ ഒരു പോർട്ടലിൽ പോയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്കിൽ ലോഗിൻ ചെയ്യാൻ നോക്കുകയോ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ഫേക്ക് മെയിൽ ആയിരിക്കും, നമ്മൾ പോലും അറിയില്ല. അതേസമയം നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സെപ്പറേറ്റ് ഒരു ഇമെയിൽ ID വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ IDയിലോട്ട് നമ്മുടെ ബാങ്കിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ടൊരു മെയിൽ വന്നാൽ ഉറപ്പായിട്ടും നമുക്കറിയാം അത് ഒരു ഫേക്ക് മെയിലാണ്. കാരണം ഈ മെയിൽ ID നമ്മൾ ഒരിക്കലും ബാങ്കിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആണെങ്കിലും ഈ മെയിൽ ID അല്ല നമ്മൾ പ്രൊഫഷണൽ മെയിൽ ID അല്ല ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ
അതിൽ ഒരു ഫേസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ ലിങ്ക്ഡിന്റെയോ ഒക്കെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനൊക്കെ ഉള്ള മെയിൽ വന്നാലും നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം അത് ഫേക്ക് മെയിൽ ആണെന്നുള്ളത്. സോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി ഒരിക്കലും നമ്മൾ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഒരിക്കലും കൊടുക്കല്. അതിന് പകരം നമ്മളൊരു പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മൊത്തത്തിൽ ഒരു എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂമെ ഉള്ളതെന്നുള്ളതിന്റെ ഒരു കാര്യം കാണിക്കാം. ഇതൊരു പ്രൊഫഷണൽ റെസ്യൂമയുടെ ഒരു സാമ്പിളാണ്. ഇതിനകത്ത് നമ്മൾ പേര്, ലൊക്കേഷൻ, നമ്മൾ എവിടെയാണോ ആ ലൊക്കേഷൻ, നമ്മുടെ ഇത്, അതേപോലെ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു മെയിൽ ഐ ഡി ആണ് പറയേണ്ടത്. ലിങ്ക്ഡിന്റെ ഒരു ലിങ്ക് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അതും കൂടെ വെക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ഫസ്റ്റ് കാര്യം, ഈ ഫോർമാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഫോർമാറ്റ് ആണ്. ഇതൊരു ATS, അതായത് നമുക്ക് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്യൂമെ പ്രോസസ്സ് ചെയ്യുന്ന പല വെബ്സൈറ്റ്സും ഉണ്ട്. മിക്കവാറും ഉള്ള കമ്പനികളൊക്കെ അവർ ഈ തേർഡ് പാർട്ടി സർവീസസ് വെച്ചിട്ടാണ് അവർ ഈ റിക്രൂട്ട്മെന്റ് പോർട്ടലൊക്കെ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു റെസ്യൂമെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് പാർസ് ചെയ്ത് അത് ബേസ് ചെയ്തിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ വെച്ച് മാച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന AI വെച്ചിട്ടൊക്കെയുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യുകയും അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ റെസ്യൂമെ അവരുടെ ആ ഒരു മാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരികയും ചെയ്യും. അപ്പോൾ HR അത് കാണുമ്പോൾ എളുപ്പമായിരിക്കും നമ്മുടെ ആ റെസ്യൂമെ അനലൈസ് ചെയ്യാൻ. അല്ലെങ്കിൽ 10, 1000, 2000 റെസ്യൂമെ ഒക്കെ വന്നാൽ HRസിന് വളരെ ബുദ്ധിമുട്ടാണ് ഓരോ റെസ്യൂമെയും വായിച്ചു നോക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചോണ്ട് നമ്മൾ ഒരിക്കലും ജോബിൽ നിന്ന് റിജക്ട് ചെയ്യത്തൊന്നുമില്ല. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ലിങ്ക്ഡിൻ അല്ലെ അങ്ങനെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ ചെയ്യുക. ഇനിയും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇപ്പോൾ CCNB സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഡ്ജസ് അല്ലെങ്കിൽ റെക്കഗ്നൈസേഷന്റെ ബാഡ്ജസ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അതും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതൊക്കെ ആദ്യം കാണുമ്പോൾ തന്നെ HRസിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ പ്രൊഫഷണൽ സമ്മറി വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒത്തിരി പാരഗ്രാഫ് ഒന്നും കൊടുക്കാതെ വളരെ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക. കോർ സ്കില്ല് എന്തൊക്കെയാണോ നമ്മുടെ സ്കില്ല് അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ വളരെ ഒരു എന്താ പറയുക ജനറിക് ആയിട്ടുള്ള രീതിയിൽ അതായത് കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒന്നും നമ്മൾ പുറത്ത് പറയാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു ഇതിന്റെ കാര്യങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ വരുമ്പോഴത്തേന് നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റിയും അതിന്റെ ഡിഗ്രിയും ആ ഇയറും മാത്രം പറഞ്ഞാൽ മതി. സർട്ടിഫിക്കേഷൻസ് പറയുക. അതുപോലെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ടെക്നിക്കൽ സ്കില്ല് ഓരോ ബേസ് ചെയ്തിട്ട് കാറ്റഗറി ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അത്രയും പറയാം. ലാംഗ്വേജസ് പറയാം. ഇത്രയും കാര്യങ്ങൾ ഇട്ടാൽ മതി. ഇതിനകത്ത് നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹോബീസ് ആഡ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ഇൻഫർമേഷൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ നേരത്തെ ഇതിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞ ആധാറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വിസ അല്ലെ പാസ്പോർട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് പകരം ഇവിടെ വാലിഡ് ടിൽ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. വാലിഡ് ടിൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അറിയാം, അവിടെ അത് വായിക്കുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു പാസ്പോർട്ട് ഉണ്ട്, അതിന്റെ വാലിഡിറ്റി ഇത്രയാണ് എന്നുള്ളത്. ഇനി ചില കമ്പനികളിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ അതിന്റെ വാലിഡിറ്റി എത്രയാണോ ആ വാലിഡിറ്റി മാത്രം അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അന്നേരം അത് അറിയാൻ പറ്റും. ആധാറും പാനും ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ അഡ്രസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ എവിടെയാണ് എന്നുള്ളതിന്റെ ആ ഒരു അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ലൊക്കേഷൻ മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് വേണ്ട. അതുപോലെ ഈ ഒരു ഇത് മാരീഡ് ആണ് എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട. ഫാദേഴ്സ് നെയിമും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണ്ട. അതിന് പകരം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇയർ ഓഫ് ബർത്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ആ ഒരു ഇയർ മാത്രം മെൻഷൻ ചെയ്താൽ മതി. കാരണം ഡേറ്റ് അവിടെ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ വീണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നേരത്ത് നമ്മളെ ആ ഒരു എന്താ പറയുക ജോയിനിങ്ങിന്റെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ തന്നെ അവർ ആ കമ്പനിയുടെ ഒരു ജോയിനിങ് ഫോം ഉണ്ടാവും. ആ ഫോമിൻ്റെ അകത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും നമ്മളുടെ എല്ലാത്തിൻ്റെ കോപ്പിയും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഈ പാസ്പോർട്ടിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പാൻ കാർഡിന്റെ ഒക്കെ കോപ്പിയൊക്കെ എടുത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്, അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ എല്ലാ ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. സോ ബേസിക്കലി നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി അല്ലെങ്കിൽ ഒരു റെസ്യൂമിൻ്റെ അകത്ത് കൊടുക്കേണ്ടി നമുക്കൊരു ജോലി കിട്ടാൻ
അങ്ങനെ HR അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് വേണ്ട എന്താണോ ഇൻഫർമേഷൻ, ആ ബേസിക് ഇൻഫർമേഷൻ മാത്രം കൊടുത്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ HRs നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. സോ അങ്ങനെ എടുക്കുമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പം ഈ രീതിയിൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് മാത്രമേ ഈവൻ ഈ ഒരു റെസ്യൂമെ കുറെ തട്ടിപ്പുകാരുടെ കയ്യിൽ കിട്ടിയാൽ പോലും സ്റ്റിൽ അവർക്ക് നമ്മളുടെ ഇൻഫർമേഷൻസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. മറ്റേ ആദ്യം ഞാൻ കാണിച്ച ആ റെസ്യൂമിൻ്റെ അകത്തെ പോലെ ഒരു കംപ്ലീറ്റ് ഒരു പേഴ്സണ വരെ അവർക്ക് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് മുഴുവൻ കിട്ടില്ല. സോ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ റെസ്യൂമെ നമുക്കറിയില്ല എത്ര പേരിലൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവർക്കറിയാവുന്ന പല ആൾക്കാർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അവരും വീണ്ടും അവർക്കറിയാവുന്ന പല ആൾക്കാർക്കൊക്കെ ഇട്ട് കൊടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അതങ്ങ് അങ്ങ് പല ആൾക്കാർക്കിലോട്ടും പോവുകയാണ്. സോ ഈ ഡേറ്റ കളക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റെസ്യൂം കളക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് പല രീതിയിലുള്ള സ്കാമുകളും കാര്യങ്ങളൊക്കെ അവർ റൺ ചെയ്യും. അപ്പം ഒരിക്കലും അതിനൊരു ഇരയാവാൻ ഇടവരുത്തരുത്. അപ്പം ഇത് ശ്രദ്ധിക്കുക. ഈ റെസ്യൂമെ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക.